തൃത്താലക്കൊപ്പത്ത് ശക്തി ഇക്കോബ്രിക്സ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തങ്കമണി ഗംഗാധരൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃത്താലക്കൊപ്പം മുതുതല റോഡിലാണ് ശക്തി ഇക്കോബ്രിക്സ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തങ്കമണി ഗംഗാധരൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജുനൈദ് അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, CWSA സംസ്ഥാന കമ്മിറ്റി അംഗം ഹരികുമാർ, KVVES തൃത്താലക്കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന, ഫൗസിയ തുടങ്ങി മറ്റു സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെട്ടുകല്ലിന്റെ ക്ഷാമം മറികടക്കാൻ വെട്ടുകല്ലിനേക്കാൾ ഗുണമേന്മയുള്ളതും ചിലവ് കുറഞ്ഞതുമായ ശക്തി ഇക്കോബ്രിക്സിന്റെ ഉൽപ്പാദനമാണ് തൃത്താലക്കൊപ്പത്ത് ആരംഭിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിൽ 30% ചിലവ് കുറവ്. മണ്ണുകൊണ്ട് നിർമ്മിക്കുന്നതിനാൽ സിമന്റ് കട്ടകൾ മൂലമുണ്ടാകുന്ന അധിക ചൂട് അനുഭവപ്പെടില്ല. മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാകുന്ന വെട്ടുകല്ലിനേക്കാൾ ഇരട്ടിയിലധികം ബലം. 35 ടണ്ണിന് മുകളിൽ കംപ്രസ് ചെയ്ത് നിർമ്മിക്കുന്നതുകൊണ്ട് കട്ടയ്ക്കുള്ളിൽ വായു സഞ്ചാരം ഇല്ലാത്തതിനാൽ ചിതൽ ശല്യത്തിൽ നിന്നും മോചനം. കുറഞ്ഞ ചിലവിൽ മതിൽ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കാമെന്നതും ശക്തി ഇക്കോബ്രിക്സിന്റെ പ്രത്യേകതകളാണെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാപനമായ എക്കോംസ് കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യ പ്രൊഡക്റ്റായിട്ടുള്ള ശക്തി എക്കോബ്രിക്സ് എന്ന ഒരു ബ്രിക്സാണിത്. ഇത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രിക്സുകളെക്കാളും ക്വാളിറ്റി കൂടിയതും എക്കോ ഫ്രണ്ട്ലിയും ചിലവ് കുറഞ്ഞതും ഒരുപാട് ഗുണമേന്മ കൂടിയതുമാണ്. ഞങ്ങളുടെ കട്ട ഉപയോഗിച്ച് ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നവർക്ക് 30% ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ കുറവ് ലഭിക്കുന്നതാണ്. ഈ ബ്രിക്സ് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പ്ലാസ്റ്ററിങ് ഒഴിവാക്കി ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്ത് വാൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് പൂർണ്ണമായി മണ്ണിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇത് മറ്റ് സിമൻറ്റ് ബ്രിക്സുകളേക്കാൾ റൂമിനകത്ത് തണുപ്പ് പ്രദാനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇത് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 35 ടണ്ണിലാണ്. 2 സൈഡ് കംപ്രഷനാണ് ഈ ബ്രിക്സിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എയർ ഹോൾസോ അല്ലെങ്കിൽ ഗ്യാപ്സോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് കാരണം ചെതലുകൾ അങ്ങനെയുള്ള മറ്റു പ്രാണികൾ ഒന്നും ഇതിലൂടെ സഞ്ചരിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഇതിൻ്റെ സിമെൻറ്റിൻ്റെ ഉപയോഗം, കാർബൺ എമിഷൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അത് തന്നെ ഇതിൻ്റെ വലിയൊരു ഉദാഹരണം. സിമെൻറ്റ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പുട്ടിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ജിപ്സം പ്ലാസ്റ്ററിങ്ങോ ഇതിന് മുകളിൽ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഒന്നും കൂടി എക്കോ ഫ്രണ്ട്ലി ആയി. നമ്മൾ ആൾറെഡി യൂസ് ചെയ്യുന്ന എക്കോ ബ്രിക്സിൻ്റെ ഒപ്പം എക്കോ ജിപ്സം പ്ലാസ്റ്ററിങ് കൂടി ചെയ്യുന്നത് കാരണം റൂമിനുള്ളിൽ ഒരുപാട് തണുപ്പ് കിട്ടും. നമുക്ക് ഇതുമൂലം നമുക്ക് എന്താ പറയുക, വിദ്യുത് ശക്തി ബില്ല് കുറയ്ക്കാം, ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് എയർ കണ്ടീഷൻ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഫാൻ യൂസ് ചെയ്താൽ കാരണം റൂമിൻ്റെ അകത്ത് നമുക്ക് ഒരു കൂളിംഗ് ടെമ്പറേച്ചർ ഏത് സമയത്തും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കെന്താ പറയുക, സമ്മർ സീസണിലടക്കം നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും.